വാർദ്ധക്യത്തില് വളരെയധികം വിഷമിക്കുന്ന ആളുകൾ ഉണ്ട്. പൊതുവെ ഒരു നിരീക്ഷണം പറയുന്നു എന്നല്ലാതെ വാർദ്ധക്യത്തിലെത്തിയവർ എല്ലാം ബുദ്ധിമുട്ടിലാണ് എന്നല്ല പറയുന്നത്. എന്താണ് വാർദ്ധക്യത്തിൽ ഇവർക്ക് ഇത്ര വലിയ വിഷമങ്ങൾ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, അത് കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ യൗവനത്തിൽ നിൽക്കുന്നവർ ആണ്. ഇപ്പൊ യൗവനത്തിൽ നിൽക്കുന്നവർ ചിന്തിക്കണം, ഇന്ന വ്യക്തി വയസ്സുകാരാണ്, എന്താണ് ഇത്ര ബുദ്ധിമുട്ടാൻ കാരണം? പല ജീവികളും വേനൽക്കാലത്ത് ധാന്യം കിട്ടുമ്പോൾ വർഷക്കാലത്ത് ഇത് കിട്ടില്ല, അതൊരു പ്രത്യേക അറയിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. കാലം മാറും, വർഷക്കാലത്ത് ഇത് കിട്ടില്ല എന്നത്. യൗവനത്തില് വേണ്ടുന്നത്ര പണം സമ്പാദിച്ച് വെക്കാത്തവരാണെങ്കിൽ അവര് ബുദ്ധിമുട്ടും. അല്ല, അങ്ങനെ സമ്പാദിച്ചു വെക്കാൻ കാശൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അവരിപ്പോ പാഴാക്കി കളയണത് മുഴുവൻ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയല്ല. ആ പണം എന്നുള്ളത് ഒരു മടിയും കൂടാതെ ഉപേക്ഷിക്കാൻ ഒരു മടിയില്ലാത്ത യൗവനമായിരിക്കും ഇവരുടെ. അത് ഏതിനൊക്കെയാന്ന് ഊഹിക്കണ്ട. മദ്യപാനാവാം. ഒരു സിനിമാ ടിക്കറ്റിന് ഇപ്പൊ എത്ര ചാർജ്? അത് എത്ര കൂട്ടിയിരുന്നാലും ശരി, കൂടെ എത്ര പേരുണ്ടെങ്കിലും കാശ് ചെലവാക്കും. ഇവിടെ തൊട്ട് അതുവരെ പോണെങ്കിൽ വാഹനം വേണം. ഇതൊക്കെ പൊതുകാര്യം പറഞ്ഞുള്ളൂ. പൊതുവെ യൗവനത്തില് ധനത്തെ ഒട്ടും വിലയില്ലാത്ത രീതിയിൽ നാളേക്ക് ഒട്ടും എടുത്തു വെക്കാതെ നശിപ്പിക്കുന്നവർ ബുദ്ധിമുട്ടും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൊണ്ട് യൗവനം ദൂർത്തടിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റില്ല. 3 കൊല്ലം കഴിഞ്ഞാൽ വയസ്സ് 50 കഴിയും. 50 കഴിയുമ്പോ ഒരു ദിവസം കുഴഞ്ഞു വീഴും, പ്രഷറാണെന്ന് പറയും. ആ പ്രഷർ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഒരിടത്ത് വേദന വരും. ഹോസ്പിറ്റലൈസ് ചെയ്താൽ എത്ര രൂപ വരും? ഇന്നലെ ഫോൺ ചെയ്ത വ്യക്തി പറഞ്ഞു ആശുപത്രിയിലായിരുന്നു, ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു, അവർക്ക് 4 ലക്ഷം റുപ്യായി എന്നാണ് പറഞ്ഞത്. ഉണ്ടാക്കി വെക്കണ്ടേ? ഇങ്ങനെ ഒരു പ്രതിസന്ധി വരും എന്ന് മുൻകൂട്ടി ചിന്തിക്കണ്ടേ പണം ചെലവാക്കുമ്പോ? നമുക്ക് കിട്ടുന്ന വരുമാനത്തിലത്തെ ഒരു ചെറിയൊരു അംശം നാളേക്ക് എടുത്തു വെക്കാനുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ വലിയൊരു പ്രോബ്ലം, അച്ചടക്കമുള്ള കുടുംബജീവിതമാണോ യൗവനത്തിൽ ജീവിച്ചിരിക്കുന്നത്? യൗവനത്തിൽ പൊതുവെ അച്ചടക്കമുള്ള കുടുംബജീവിതമാണ്. ഒരിടത്തുനിന്ന് കല്യാണം കഴിച്ചു, 2 മക്കളായി, അവിടുന്ന് മാറ്റിപ്പോയി. വേറെടുത്തുനിന്ന് കല്യാണം കഴിച്ചു, അവിടുന്ന് തെറ്റിപ്പോയി. ഇപ്പൊ ഏതോ ഒരു ഭാര്യ ഉണ്ട്, ആ ഭാര്യയ്ക്ക് ആദ്യ ഭർത്താവിലത്തെ മക്കള് വേറെയുണ്ട്. നല്ല ജീവിതം കിട്ടുമോ? മാനസിക പ്രശ്നങ്ങൾ വരില്ലേ? ഓരോരോ പ്രോബ്ലമായിട്ട് യൗവനത്തെ ചെയ്ത ഓരോ കാര്യത്തിന്റെയും കണക്ക് തീർക്കുന്ന അനുഭവങ്ങളല്ലേ വരിക. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്റർവെല്ല് വരെ കണ്ടു,
ഇന്റർവെല്ല് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ഇന്റർവെല്ല് വരെ ഉണ്ടായ കഥയുടെ റിയാക്ഷനാണ് പിന്നീട്. കണ്ടുകൊണ്ടിരിക്കുന്നവർ കഥ തീർന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇല്ല, സിനിമ തീരാറായിട്ടില്ല. ഇന്റർവെൽ വരെ ഉണ്ടായതറിയാം. ആ ഇന്റർവെല്ലിന് ശേഷം അറിയേണ്ടത് അതിന്റെ ഏതൊക്കെ റിയാക്ഷൻ ഇയാൾ അനുഭവിച്ചു എന്നാണ്. മുഴുവൻ റിയാക്ഷൻ അനുഭവിക്കുമ്പോൾ കഥ തീർന്നു. ഈ തോന്നുന്ന പോലുള്ള കുടുംബജീവിതം, തോന്നുന്ന പോലുള്ള പിണക്കം, കാര്യമില്ലാതെ ഡൈവേഴ്സ്, ഞാൻ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഡൈവേഴ്സ്, ഇതാണോ ജീവിതം? ഇത് എവിടെ ചെന്ന് അവസാനിക്കണു? അവനവന്റെ കാര്യത്തിന് അവനവന് വയ്യാത്തൊരു സമയം വരുന്നു. ആശുപത്രിയിലാവുമ്പോൾ ഉടനെ ചോദ്യം വന്നു, കൂടെ ആരുണ്ടെന്ന്. ബൈസ്റ്റാൻഡർ കിട്ടുമോ ഇങ്ങനത്തെവർക്ക്? ഇതിന്റെ മുഴുവൻ തിരിച്ചടികൾ സംഭവിക്കും. യൗവനം നല്ല പ്രതിരോധ ശക്തി കിട്ടുന്നൊരു കാലഘട്ടം. ഞാൻ ഹിമാലയം ഒക്കെ പോയിട്ട് താരതമ്യേന യൗവനകാലത്താണ്. ഹരിദ്വാർ, കേദാർ, ബദരീനാഥ്, തുംഗനാഥ് ഇവിടെയൊക്കെ പോയി. അന്ന് തന്നെ കാലാവസ്ഥ വല്ലാതെ ബുദ്ധിമുട്ടി. പക്ഷെ യൗവനത്തില് ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ മദ്യം, മയക്കുമരുന്ന്, ആ മദ്യവും മയക്കുമരുന്നും യൗവനത്തിൽ കഴിക്കുമ്പോൾ ഇവര് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാതിരിക്കാനുള്ള കാരണം പ്രായമുണ്ടാക്കുന്നൊരു പ്രതിരോധ ശക്തിയാണ്. ആ പ്രായം കഴിഞ്ഞു, ഇപ്പൊ ഞാൻ ഇതൊക്കെ നിർത്തിയിരിക്കണമെന്ന് പണ്ട് കാര്യമുണ്ടോ? അതിന്റെ റിയാക്ഷൻ വന്നുകൊണ്ടിരിക്കും. എല്ലാവരുടെ കാര്യമല്ലെങ്കിലും നമ്മുടെ ചുറ്റും കാണുന്ന പലരുടെയും കാര്യം ഇതാണ്. യൗവനത്തിൽ ശത്രുക്കളെ ഉണ്ടാക്കി. കാരണം അഹങ്കാരം കൊണ്ട് കണ്ണു കാണില്ല. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ ആരെയും ശത്രുവായി കരുതുന്നില്ല, എനിക്ക് ഒന്നും പറയണ്ട. സമൂഹമായിട്ടൊക്കെ ഒന്ന് ചേർന്ന് പോകേണ്ടി വരും. ആ ശത്രുക്കളെ ഉണ്ടാക്കുമ്പോൾ ഈ വ്യക്തിക്ക് വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവര് പ്രതികാരം ചെയ്യാനായിട്ട് കാത്തിരിക്കുമെന്നുള്ള സംശയമുണ്ടോ? കുട്ടിയായിരിക്കുന്ന സമയത്ത് പരീക്ഷയ്ക്ക് ഒരുങ്ങും. പരീക്ഷ കഴിഞ്ഞു, ഒരു ഉദ്യോഗം കിട്ടാൻ ഒരുങ്ങും. ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞു, വിവാഹ ജീവിതത്തിലേക്ക് കടന്നു. പിന്നെയോ വീട് വെക്കല്, കുടുംബം. വാർദ്ധക്യത്തിലേക്കുള്ള എന്തെങ്കിലും ഒരുക്കം ചെയ്തിട്ടുണ്ടോ? ഫാമിലി സെപ്പറേറ്റ്, ഇതൊക്കെ പറയാൻ യാതൊരു മടിയും ഇല്ല. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഏകദേശം ത്യാഗത്തിന്റെ കഥയാണ്. ഒരാൾ പറഞ്ഞ് കുറച്ചൊക്കെ കേൾക്കേണ്ടി വരും നമ്മൾ. അവിടെ ലാഭനഷ്ടം നോക്കണ്ട, അത് ഒത്തൊരുമിച്ച് കൊണ്ടുപോകണ്ടേ, പൊരുത്തപ്പെടണ്ടേ. അത് കൂടാതെ വൃദ്ധൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? പരിപൂർണതയിലെത്തിയവൻ എന്നാണ്. പരിപൂർണതയിലെത്തിയവൻ ആകണമെങ്കിൽ വളരെ ബാല്യത്തിലെ തത്വചിന്താപരമായൊരു വിജ്ഞാനം ഉണ്ടാക്കി വെക്കണം. തത്വചിന്തയാണ് ഏകാന്തതയിൽ രക്ഷപ്പെടുത്തുന്നത്. ആ തത്വചിന്താപരമായുള്ളൊരു വിജ്ഞാനം വളരെ കുട്ടിക്കാലം മുതലേ കിട്ടുകയും ഒക്കെ ചെയ്താൽ കുറെ ഭേദം കിട്ടും. പക്ഷെ പലവരെയും വാർദ്ധക്യത്തില് കണ്ടുമുട്ടുമ്പോൾ ദുഃഖം, അന്ന് അയാൾ ചെയ്ത് തെറ്റല്ലേ,
സ്ത്രീശാപം കിട്ടിയ ജീവിതമല്ലേ? വേദാന്ത വിജ്ഞാനം ഉണ്ടെങ്കിൽ സ്ത്രീശാപം ഇല്ലാതെ നോക്കണം എന്ന് പറയാറുണ്ട്. ചിലവരുടെയൊക്കെ ജീവിതം കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതൊക്കെ ഇവര് അനുഭവിക്കും എന്നാണ്. ഇന്നിങ്ങനെ ഞെളിഞ്ഞു നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വല്ലാതെ അറുമാദിക്കുന്ന പലരും അവരുടെ രീതി കണ്ടിട്ട് ബാക്കിയുള്ളവർ പറയുന്നുണ്ട് ഉള്ളില് അനുഭവിക്കും എന്ന്. അതുകൊണ്ട് ഈ വക ഗുണങ്ങള് യൗവനത്തിൽ കാണിച്ചാൽ വാർദ്ധക്യത്തിൽ കുറെ ഭേദം കിട്ടും. കിട്ടില്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.